ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സിലൊന്നാണ്. 3 ഓഫീസേഴ്സ് ഒന്നിച്ചാണ് നമ്മുടെ അസസ്മെൻറ്റ് നടത്തുക. ഈ സൈക്കോളജിസ്റ്റ് കൺകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പാസ്സാവില്ല. സാർ, ഈ SSB കഴിഞ്ഞുള്ള അടുത്തൊരു പ്രോസസ്സാണല്ലോ SSB ഇൻ്റർവ്യൂ. പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും കേട്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ കണ്ടിട്ടുള്ള പലരും പറയുന്നത് വളരെ ഒരു ടഫ് പ്രോസസ്സാണ്, ക്ലിയർ ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ സാർ SSB ക്ലിയർ ചെയ്ത് ഒന്നാളായതുകൊണ്ട് ചോദിക്കുകയാണ്. 2 പ്രാവശ്യം ചെയ്തു. 2 പ്രാവശ്യം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ SSBയുടെ പ്രോസസ്സ് എന്താണ്? അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് വേണ്ട ഒരു എന്ത് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുക കൂടെ ഒന്ന് പറയാം. ഞാൻ എൻ്റെ ആ സ്റ്റോറി ഒന്ന് പറയാം. ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് മെറിറ്റ് ലിസ്റ്റ് വന്നിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു എയർഫോഴ്സിൻ്റെ ഗ്രൗണ്ട് ഡ്യൂട്ടി ഓഫീസേഴ്സ് കോഴ്സ് എന്ന് പറയുന്നൊരു കോഴ്സിന് അപ്ലൈ ചെയ്തിരുന്നു. ഇതിൽ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് റിട്ടൺ ടെസ്റ്റ് അല്ല, അവർ നേരെ നിങ്ങളുടെ മെറിറ്റ് നോക്കിയിട്ട്, നിങ്ങളുടെ ഡിഗ്രി മാർക്കിൻ്റെ മെറിറ്റ് നോക്കിയിട്ടാണ് വിളിക്കുക. അപ്പോൾ അതിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഇത് രണ്ടും ആ സമയത്ത് ഇതിന് പോയി. ആദ്യമായിട്ട് ഇതിനാണ് പോയത്. അത് പോയി എനിക്കൊരുവിധ ട്രെയിനിങ്ങും ഇല്ല, ഒന്നുമില്ല. എനിക്ക് SSB എന്താണെന്ന് അറിയില്ല, ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ മൈസൂർ എയർഫോഴ്സ് സെലക്ഷൻ ബോർഡിലായിരുന്നു ഞാൻ. അവിടെ ബസ്സിൽ കണ്ണൂരിൽ നിന്ന് ബസ് കയറിപ്പോയി. അവിടെ ബസ് ഇറങ്ങി. അവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് അവിടെ എത്തിച്ചേരാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ഒരു ദിവസം മുന്നേ എത്തി. നാളെ രാവിലെ 7 മണിക്ക് റിപ്പോർട്ടിംഗ് ആണെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തി. അപ്പോൾ ഞാൻ അവിടെ പോയി ഒരു ലോഡ്ജിൽ റൂം എടുത്തു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നോക്കാൻ പോയി, എന്താണ് എവിടെയാണ് വരേണ്ടത് എന്നറിയാൻ വേണ്ടി സ്റ്റേഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ബുക്ക് സ്റ്റോളിൽ SSB ഇൻ്റർവ്യൂസ് ആൻഡ് സൈക്കോ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുസ്തകം കണ്ടു. ഓൺ ദ സ്പോട്ട് ഞാനത് വാങ്ങി. ഈ സ്ഥലം നോക്കി ഞാൻ നേരെ എൻ്റെ റൂമിൽ പോയി അതിരുന്ന് വായിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ SSBക്ക് കിട്ടിയ ട്രെയിനിങ് ആകെ കൂടി. അപ്പോൾ ഒരു 7 മണി സമയം കഴിഞ്ഞപ്പോൾ ഒരു നോക്ക് കേട്ടു. അപ്പം ഞാൻ വാതിൽ തുറന്നപ്പോൾ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവൻ കോഴിക്കോടുകാരൻ, ദിലീപ് എന്നുമായിട്ടായിരുന്നു പേര്. അവൻ ഇതേപോലെ SSBക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ ഹോട്ടൽ രജിസ്റ്ററിൽ പേര് കണ്ട് SSB എന്ന് കണ്ടപ്പോൾ എന്നെ കാണാൻ വന്നതാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന പുസ്തകം വായിച്ചു. ഏതാണ്ട് കുറേയൊക്കെ വായിച്ചു. ഇതാണ് എനിക്ക് ആകെ കിട്ടിയൊരു ട്രെയിനിങ്. പക്ഷേ അടുത്ത ദിവസം അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്ത് ആൾക്കാരുമായിട്ട് നന്നായിട്ട് ഇടപഴകി. അതിനുശേഷം ഓരോ കാര്യങ്ങളായി നടന്നു ഒടുവിൽ 4 പേരാണ് പാസ്സായത്. ഏതാണ്ട് 150 മേലെ ആളുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. അതിൽ നിന്ന് 4 പേരാണ് ഫൈനലി പാസ്സായത്. ഈവൻ ഈ കക്ഷി ഉണ്ടായിരുന്നില്ല, അവൻ പോയിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ 4 പേരാണ് പാസ്സായത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ പറയാം. ആദ്യമായിട്ട് നിങ്ങൾ SSBയിൽ ചെല്ലുമ്പോൾ ആദ്യമായി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് OIR എന്ന് പറയുന്നത്, ഓഫീസേഴ്സ് ഇൻ്റലിജൻസ് റേറ്റിംഗ്. അപ്പോൾ ആർമി ഓർ എയർഫോഴ്സ് വാട്ട് എവർ, ദേ ഡോണ്ട് റിക്വയർ എനി ഐൻസ്റ്റൈൻ ഓർ സംബഡി. ദേ റിക്വയർ പീപ്പിൾ ഹു ക്യാൻ തിങ്ക് ആൻഡ് ക്രിയേറ്റ് സൊല്യൂഷൻസ് അണ്ടർ ഡ്യൂറസ്. They don't require intelligent people like Einstein or something. If you are intelligent, very good. But you should have the capability to act upon the situation, rise up to the occasion. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഈ OIRൽ ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. നമ്മുടെ നോർമൽ ബാങ്ക് ടെസ്റ്റിനൊക്കെ ഉണ്ടാകുന്നത് പോലെ ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. അതിനകത്ത് സ്പേഷ്യൽ, നോൺ സ്പേഷ്യൽ, വെർബൽ, നോൺ വെർബൽ ഒരുപാട് തരം ടെസ്റ്റുകളുണ്ടാവും. അത് ബേസിക്കലി പേപ്പർ ടെസ്റ്റാണ്. അതവർ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പുറത്ത് പോയിട്ട് ഒരു ചായ തരും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് തരും. അപ്പോഴത്തേക്ക് അവർ വാല്യുവേഷൻ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യും. നിങ്ങൾ പിന്നെയും വിളിച്ചെടുത്തും. അവർ ഓരോരുത്തരുടെ നമ്പർ വായിക്കും. അപ്പം നമ്പർ വായിച്ചവരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെ നമ്പർ വായിച്ചു എൻ്റെ നമ്പർ സ്കിപ്പായി. അപ്പോൾ എനിക്കാകെ ടെൻഷനായി, അയ്യോ ഞാൻ പോയല്ലോ, ഇവന്മാരൊക്കെ പാസ്സായി എന്ന് പറഞ്ഞു. ലാസ്റ്റ് അവർ പറഞ്ഞു കുറേ ആൾക്കാർ എഴുന്നേറ്റ് നിന്നു. ഞാൻ നോക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പേരിങ്ങനെ ഇരുന്ന് ഒരു 10-40 പേര് ഇരുന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കടാ നമ്മൾ പോയല്ലോ എന്നുള്ള രീതിയിലൊരു വിഷമത്തോടെ നോക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത്, ഈ എഴുന്നേറ്റവരൊക്കെ പുറത്തുനിന്ന് ലഗേജ് എടുത്തിട്ട് പോയിക്കോ, ബസ് റെഡിയാണ്, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും എന്ന്. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ സെലക്ട് ആയതിനു ശേഷം ആ ദിവസത്തിന് ശേഷം അന്ന് നമ്മളെ ഫ്രീ ആയിട്ട് വിട്ടു. അവർ ഭക്ഷണമൊക്കെ കിട്ടി. അപ്പോൾ അപ്പോഴത്തെ ഉച്ചയ്ക്ക് ശേഷം പരിപാടിയില്ല അവിടെ. പിന്നെ ഉണ്ടാകുന്നത് ഒരുപാട് തരം ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻ്റലിജൻസ് ടെസ്റ്റ് കുറേ ഭാഗം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊരു SSB ഇൻ്റർവ്യൂവിൽ 3 പേര് നിങ്ങളെ കോൺസ്റ്റൻ്റ്ലി അസസ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ ആൾ സൈക്കോളജിസ്റ്റാണ്, രണ്ടാമത്തെ ആൾ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസറാണ്, മൂന്നാമത്തെ ആൾ ഇൻ്റർവ്യൂയിങ് ഓഫീസറാണ്. ഇവർ 3 പേരും സൈക്കോളജിയിൽ ഹൈലി ട്രെയിൻഡാണ്. ഒരുപാട് സൈക്കോളജി ഹൈലി ട്രെയിൻഡാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് എന്താണ്, അയാൾ ഒരിക്കലും നമ്മളുമായിട്ട് നേരിട്ട് ഇടപഴകില്ല. നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് തരും. അപ്പോൾ അതും റിട്ടൺ ടെസ്റ്റുകളാണ്. അതിനകത്ത് 3-4 ടെസ്റ്റുകളുണ്ട്. ഒന്ന് തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങളൊരു സ്ക്രീനിലൊരു സ്ലൈഡ് കാണിക്കും, ഒരു പിക്ചർ കാണിക്കും. ആ പിക്ചറിനെ പറ്റി നിങ്ങളൊരു കഥ എഴുതണം, ജസ്റ്റ് ഒരു 1 പാരഗ്രാഫ് സ്റ്റോറി. അതാണ് അതിൻ്റെ ഒരു എയിം വരുന്നത്. അതിലൂടെ നിങ്ങളെ സൈക്കോളജി അവർ അസസ് ചെയ്യും. ഇത് വളരെ ചുരുങ്ങിയ സമയം കിട്ടുള്ളൂ. ഇവർ 30 സെക്കൻഡ് കാണിക്കും, അതിനുശേഷം ഓഫാക്കും. ദെൻ യു ആർ ഗിവൺ അറൗണ്ട് 1 minute or so to write the story, few minutes to write the story. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 11 സ്ലൈഡുകൾ ഉണ്ടാവും. അതിനുശേഷം 12ാമത്തെ ബ്ലാങ്ക് സ്ലൈഡായിരിക്കും. ദെൻ they will tell you to imagine something and write a story. ഓക്കെ, ഇതാണ് നമ്മുടെ തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്. അതിനുശേഷം വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. അവരൊരു വേർഡ്
ഒരു സ്ക്രീനിൽ ഇങ്ങനെ 15 സെക്കൻഡ് കൂടുമ്പോൾ ഓരോ വേർഡ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ വേർഡ് വെച്ച് നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കണം. സപ്പോസ് ദ വേർഡ് ഈസ് നൈഫ്. അപ്പോൾ അവർ നമ്മളോട് പറയും നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആദ്യം വരുന്നത് അത് എഴുതുക. അപ്പോൾ അത് വെച്ചൊരു സെൻറ്റൻസ് ഉണ്ടാക്കി. ഇനി സെൻറ്റൻസ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ഫ്രേസ് ആയാലും മതിയില്ല, നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണോ അത് എഴുതിയാൽ മതി എന്ന് പറയും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നൈഫ് എന്നുള്ളൊരു വേർഡ് വരുമ്പോൾ ചിലവർ ആലോചിക്കുന്നത് പച്ചക്കറി മുറിക്കുന്നതായിരിക്കും, ചിലവർ ആലോചിക്കുന്നത് സർജൻ്റെ നൈഫായിരിക്കും, ചിലവർ ആലോചിക്കുന്നത് മർഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മുടെ ടെൻഡൻസി, അങ്ങനെ ഒരു 10-120 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സവർ വായിച്ചെടുക്കും. അപ്പോൾ ഇതൊക്കെ സൈക്കോളജിസ്റ്റാണ് അസസ് ചെയ്യുക. അതുപോലെ പിന്നെയുള്ള ടെസ്റ്റാണ് നിങ്ങളുടെ തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റായി TATI, ദാറ്റ് ഈസ് കോൾഡ് TAT, തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റായി. ഓക്കെ, പിന്നെ സിറ്റുവേഷണൽ റെസ്പോൺസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് തരുന്ന സമയം വളരെ ചുരുങ്ങിയ സമയമായിരിക്കും. ഈ സമയത്തിൽ നമ്മൾ ചിന്തിച്ച് എഴുതാൻ പറ്റണം. സോ അതിൻ്റെ എന്താണെന്നറിയോ, വെൻ യു ആർ അണ്ടർ പ്രഷർ യുവർ ആക്ച്വൽ ക്യാരക്ടർ കംസ് ഔട്ട്. അപ്പോൾ നിങ്ങളുടെ കേപ്പബിലിറ്റി ക്യാരക്ടറൊക്കെ വരിക എപ്പോഴാണ്, വെൻ യു ആർ അണ്ടർ എക്സ്ട്രീം പ്രഷർ. നൗ ദർ ഇസ് ഹാർഡ്ലി എനി ടൈം, യു ഹാവ് ടു റീഡ് ദിസ്, അണ്ടർസ്റ്റാൻഡ് ദിസ്, റൈറ്റ് ദിസ്, ആൻഡ് യു ഹാവ് ഗോ സോ മെനി ക്വസ്റ്റ്യൻസ് റിമൈനിങ്. സോ യു വിൽ ബി പ്രോപ്പർലി അണ്ടർ പ്രഷർ, യു വിൽ ബി ടോട്ടലി അണ്ടർ പ്രഷർ. സോ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റിൽ എന്താ ഉണ്ടാവുക, അവർ ഒരു സിറ്റുവേഷൻ തരും. ഓക്കെ, വെൻ ഹീ ഈസ് ഗോയിങ് ടു മാർക്കറ്റ്, സഡൻലി ഹീ സോ വൺ മാൻ റണ്ണിങ് സ്നാച്ചിങ് എ ലേഡീസ് ചെയിൻ, ദെൻ ഹീ വിൽ, അത് തേർഡ് പേഴ്സണിൽ ഉണ്ടാവും. നമ്മളൊക്കെ ഉണ്ടാകുന്ന തിയോ എന്നായിരുന്നു പറയുക, അല്ലെ മിസ്റ്റർ എക്സ്, നൗ ഹീ ഷീ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും, അയാളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, അത് വളരെ ക്വിക്കായിട്ട് നമ്മളവിടെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ കുറേയൊക്കെ ആൾക്കാർക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ പ്രഷർ വരുമ്പോൾ പിന്നെ ഫേക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ശരിയായ ക്യാരക്ടർ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഇതിൻ്റെ റിസൾട്ട് കൊണ്ടുപോയിട്ട് സൈക്കോളജിസ്റ്റ് നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ക്വാളിറ്റീസ് അവരെടുക്കും. സോ ഒരു 15 തരം ക്വാളിറ്റികളുണ്ട്. ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് എന്നാണ് അത് പറയുക. അതിനകത്ത് ക്വാളിറ്റീസ് ഓഫ് ദ ഹെഡ് എന്ന് പറയും, അത് ഇൻ്റലക്ച്വൽ ക്വാളിറ്റീസാണ്. ക്വാളിറ്റീസ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയും, ഇമോഷണൽ ക്വാളിറ്റീസാണ്. നമ്മൾ എങ്ങനെ സോഷ്യലി അഡാപ്റ്റീവ് ആണോ, നമ്മൾ എങ്ങനെയാണ് ആളുകളോട് പെരുമാറുക, കമ്പാഷൻ, ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ക്വാളിറ്റീസ് ഓഫ് ദ ഗട്ട്സ് എന്ന് പറയും, അത് നമ്മുടെ ഉള്ളിലുള്ള ധൈര്യം, ഫിസിക്കൽ ആയിട്ടുള്ള ധൈര്യത്തെ, അല്ലെ മെൻ്റൽ സ്ട്രെങ്ത്തിനെ, മെൻ്റൽ സ്റ്റാമിനയെ സൂചിപ്പിക്കുന്നു. പിന്നെ ക്വാളിറ്റീസ് ഓഫ് ദ ലിംബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡുറൻസിനെ, ഫിസിക്കൽ എൻഡുറൻസിനെ കാണിക്കുന്നു. അപ്പോൾ ഈ 4 തരം ക്വാളിറ്റികൾ, ഇതിൽ 15 ക്വാളിറ്റികളുണ്ട്. ഈ ക്വാളിറ്റികളാണ് ഇവർ അസസ് ചെയ്യുന്നത്. ഇതിനാണ് ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഇത് സൈക്കോളജിസ്റ്റിൻ്റെ പാട്ട് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പാട്ട് വരുന്നത് GTO അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ. അപ്പോൾ നമ്മളെ 8 പേരുള്ള ഗ്രൂപ്പായി തിരിക്കും. ഈ ഓരോ ഗ്രൂപ്പിനെയും ഇവർ കൊണ്ടുപോയി ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഓരോ ടാസ്ക് തരും. അപ്പോൾ അതിൽ ഒരു ഒബ്സ്റ്റക്കിൾ ക്രോസ് ചെയ്യുന്നതായിരിക്കും. റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, ഇവിടെ ചവിട്ടരുത്, ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ മടങ്ങി വേണ്ടി പിന്നെയും തുടങ്ങണം, ഇത് ഔട്ട് ഓഫ് ബൗണ്ടാണ്, ഇത് ഉപയോഗിക്കണം, ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ ഉണ്ടാക്കിയിട്ട് അത് ഒബ്സ്റ്റക്കിൾ എങ്ങനെ ക്രോസ് ചെയ്യും. നിങ്ങൾക്കൊരു വലിയ മുളവടിയും ഒരു കയറും തരും, ചിലപ്പോൾ ഒരു ലോഡ് തരും. ഓക്കെ, അപ്പോൾ ഒരു സിറ്റുവേഷൻ പറയും, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് ഇത് ക്ലിയർ ചെയ്യണം, നിങ്ങൾ അപ്പുറം എത്തണം. അപ്പോൾ അതിൽ ഇവർ നോക്കുന്നത് നിങ്ങൾ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സംഭവം. അവർ നോക്കുന്നത് ഈ 8 പേരിൽ ആരാണ് ലീഡർഷിപ്പ് കാണിക്കുന്നത്, ആരാണ് ലീഡ് എടുക്കുന്നത്, ആരാണ് ഫോളോ ചെയ്യുന്നത്, ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഇവർ നോക്കും. ഇതേ സംഭവം തന്നെ പിന്നീട് ഹാഫ് ഗ്രൂപ്പ് ടാസ്ക് എന്ന പേരിൽ രണ്ടാമതുണ്ട്. ഇത് ഈ 8നെ 4ആയി തിരിക്കും. അതിൻ്റെ അകത്ത് അപ്പോൾ ചിലപ്പോൾ വലിയ ഗ്രൂപ്പിൽ ചിലവർക്ക് അവരുടെ ലീഡർഷിപ്പ് പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അവർ ഒന്നും കൂടി അസസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ പ്രോഗ്രസീവ് ഗ്രൂപ്പ് ടാസ്ക്കായി, പിന്നെ നിങ്ങളുടെ ഹാഫ് ഗ്രൂപ്പ് ടാസ്ക്കായി, പിന്നെ കമാൻഡ് ടാസ്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ ഓരോരുത്തരെയും വിളിച്ചിട്ട് കമാൻഡറാക്കിയിട്ട് അവൻ എങ്ങനെ ഇത് നെഗോഷിയേറ്റ് ചെയ്യുമെന്ന്, അത് വേറെ വേറെ ഒബ്സ്റ്റക്കിളായിരിക്കും, വേറെ സിറ്റുവേഷൻസ് ആയിരിക്കും, അവൻ എങ്ങനെ ഇത് നെഗോഷിയേറ്റ് ചെയ്യും. ഇതുകൂടാതെ ഗ്രൂപ്പ് ടെസ്റ്റുകളിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. 8 പേരിലൊരു ഗ്രൂപ്പിൽ ഒരു 3 സബ്ജക്റ്റ് കൊടുക്കും. ഏതെങ്കിലും ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതിനകത്ത് അവരോട് തമ്മിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഒരാൾ എഴുന്നേറ്റ് ആ ഗ്രൂപ്പിൻ്റെ ഡിസ്കഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ കൺക്ലൂഷൻ പറയണം, സമ്മറൈസ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു കമാൻഡ് ടാസ്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പ്ലാനിങ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഗ്രൂപ്പ് പ്ലാനിങ് എന്നാണ് പറയുക. അതിനകത്ത് ഒരു സാൻഡ് മോഡൽ തരും. അപ്പോൾ അതിലൊരു വില്ലേജിൻ്റെ സാൻഡ് മോഡലായിരിക്കും. അവിടെ ഇത് നദിയുണ്ട്, റിവറുണ്ട്, ബാങ്ക് ഉണ്ട്, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അവരൊരു സിറ്റുവേഷൻ തരും. അത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരിക്കും, ചെറുതൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊള്ളക്കാർ വരുന്നു, ഇവിടെ ആക്രമിക്കുന്നു, ഇവിടെ ഇയാളെ പുലി പിടിച്ചു, എല്ലാം കംപ്ലീറ്റ് വലിയൊരു സിറ്റുവേഷൻ ആയിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് പറയും, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തണം വൈകുന്നേരം, അപ്പോൾ നിങ്ങൾ ഇന്നേ സ്ഥലത്താണ് ഉള്ളത്, നിങ്ങളെങ്ങനെ ഈ ടാസ്കൊക്കെ ചെയ്ത് എങ്ങനെ ഇവരെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളെങ്ങനെ പോകും. അപ്പോൾ ഇത് എല്ലാ ആംഗിളിലും നോക്കി നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ നമ്മളിത് നെഗോഷിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ വേർഷനും ഗ്രൂപ്പിൻ്റെ വേർഷനും ഒക്കെ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് പ്ലാനിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അതിനുശേഷം
ഒരു സ്പീച്ച് ഉണ്ട്, ഒരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ചെറിയൊരു മോഡലുണ്ട്. അതിൻ്റെ അകത്ത് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരൊരു ചെറിയൊരു സ്ലൈഡ് തരും കയ്യിൽ, ഒരു എന്താ പറയുക പ്ലാസ്റ്റിക് സ്ലൈഡ്. അതിൽ 4 സബ്ജക്റ്റ് എഴുതി ഒരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു സബ്ജക്റ്റ് കുറച്ച് ഹൈ ലെവലായിരിക്കും, രണ്ടാമത്തെ കുറച്ച് മീഡിയോക്കർ ലെവലായിരിക്കും, മൂന്നാമത്തെ കുറച്ചും കൂടി താണ ലെവലായിരിക്കും, അവസാനത്തെ വെറും കോമൺ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവർ അതിൻ്റെ അകത്ത് ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് 3 മിനിറ്റ് സ്പീച്ച് കൊടുക്കാൻ പറയും. 3 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ തരും. അത് നോക്കിയിട്ട് നിങ്ങൾ ഒരാൾ സ്പീച്ച് ചെയ്യുമ്പോൾ മറ്റേ ആൾ വന്നിട്ട് എടുത്തിട്ട് ആ മൂലക്ക് പോയിട്ട് അവനത് പ്രിപ്പയർ ചെയ്യും. ഇവൻ്റെ കഴിഞ്ഞ ഉടനെ തന്നെ ഈ പേഴ്സൻ്റെ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ആൾ വന്നിട്ട് ഈ സ്പീച്ച് കൊടുക്കും. അപ്പം നമുക്ക് 3 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ കിട്ടും, 3 മിനിറ്റ് നമുക്ക് ഇത് പറയാൻ വേണ്ടി കിട്ടും. അതൊന്നും നമ്മൾ അസസ്മെൻ്റ് നടക്കും. ക്വിക്ക് തിങ്കിങ്, ഹൗ യു ആർ പ്രസിംഗ് ദ പോയിൻറ്റ്സ്, ഹൗ ലോജിക്കൽ യു ആർ, എങ്ങനെയാണ് നിങ്ങൾ ആ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസറുടെ ഒരു ടെസ്റ്റിൽ വരുന്ന സ്പാനിൽ വരുന്ന സംഭവങ്ങൾ. അതുപോലെ നമ്മുടെ ഇൻ്റർവ്യൂയിങ് ഓഫീസറുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാകും. അത് ചില സമയത്ത് കുറച്ച് സ്ട്രെസ് ഇൻ്റർവ്യൂ ആയിരിക്കും, ചില സമയത്ത് വളരെ ഇൻഫോർമൽ ആയിരിക്കും. ഡിപ്പെൻഡ്സ് ഹൗ ഈ വാണ്ട് ടു കണ്ടക്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റൊക്കെ നടക്കുമ്പോൾ, ഈ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ടെസ്റ്റൊക്കെ നടക്കുമ്പോൾ സൈക്കോളജിസ്റ്റും നമ്മുടെ ഇൻ്റർവ്യൂയിങ് ഓഫീസറും അവിടെയൊക്കെ ചുറ്റിപ്പറ്റി കളിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവർ ഒബ്സർവ് ചെയ്തിട്ട് അതുപോലെയാണ് അവർ പിന്നെ ഇത് മേ ബി അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഈ 3 ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാന ദിവസം ഒരു കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കോൺഫറൻസിൽ SSB ബോർഡിൻ്റെ പ്രസിഡൻറ്റും ഈ 3 ഓഫീസർമാരും അവിടെയുള്ള മറ്റ് അസസിങ് ഓഫീസർമാരും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോ കാൻഡിഡേറ്റിനായിട്ട് ഉള്ളിലോട്ട് വിളിക്കും. എന്നിട്ട് അവനെ ഇരുത്തിയിട്ട് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ കോൺഫറൻസിൽ എന്താ നടക്കുകയെന്ന് വെച്ചാൽ ഓരോ കാൻഡിഡേറ്റിനായിട്ട് അവസാന ദിവസം ഓരോ കാൻഡിഡേറ്റിനായി ഇവർ ഉള്ളിലോട്ട് വിളിക്കും, ഈ കോൺഫറൻസ് ഹാളിലോട്ട് വിളിക്കും. അവിടെ SSB ബോർഡിൻ്റെ പ്രസിഡൻറ്റ്, ഈ 3 ടെസ്റ്റിംഗ് ഓഫീസർമാർ, മറ്റുള്ള കുറച്ച് ഓഫീഷ്യൽസ് ഇവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ കാൻഡിഡേറ്റും വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ഈ 4 പേരും ഇവരെ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഈ കാൻഡിഡേറ്റിനെ പാസ്സാക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. അപ്പോൾ ഇതിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 15 ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസും ഈ 3 ഓഫീസേഴ്സും ഇൻഡിവിജ്വലി അസസ് ചെയ്യും. അപ്പോൾ അവരെത്ര അതിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. അപ്പോൾ ചിലത് കുറച്ച് കാണിക്കും. അപ്പോൾ അവരൊരു തീരുമാനത്തിലെത്തുന്ന സംഭവമാണ് ഈ കോൺഫറൻസ്. അപ്പോൾ ഇതിൽ ഒരു ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിമം വേണ്ടുന്ന ക്വാളിറ്റികൾ, ഓരോരുത്തർക്കും വേണ്ടുന്ന ക്വാളിറ്റികളുടെ ഒരു അളവുണ്ട്. അതിൽ മേലെയാണ് എല്ലാ ക്വാളിറ്റികളും, സംശയമൊന്നുമില്ല, കാൻഡിഡേറ്റ് സ്ട്രേറ്റ് അവേ സെലക്ടഡ്, പിന്നെ ഡിസ്കഷൻ ഇല്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ സർക്കിളിൽ ഉള്ളിലാണ് ഇത് ക്വാളിറ്റി വരുന്നതെങ്കിൽ ഇതിനുള്ളിലാണ് ഇവരെ ഗ്രാഫിൽ റഡാർ മാപ്പ് ഉണ്ടാക്കും. ഇവർ റഡാർ ഗ്രാഫ്, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ക്വാളിറ്റി എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് ക്വാളിറ്റി ഇല്ല. സോ യു ആർ സ്ട്രേറ്റ് വേ ഔട്ട്. അപ്പോൾ ചില കാൻഡിഡേറ്റ്സിന് എന്തുണ്ടാവും, ചില ക്വാളിറ്റികൾ കുറച്ച് അധികം ഉണ്ടാവും, ചിലത് കുറവുണ്ടാവും. അപ്പോൾ ചില ക്വാളിറ്റികൾ ഇതിൽ വേണ്ടുന്നതിലും ചെറുങ്ങനെ കുറവായിരിക്കും, ചെറിയ രീതിയിൽ കുറവായിരിക്കും, ചിലത് കുറച്ച് അധികമായിരിക്കും. അപ്പോൾ ഇവർ ഡിസ്കസ് ചെയ്തിട്ട് ചില ക്വാളിറ്റികൾ മറ്റതിനെ കോമ്പൻസേറ്റ് ചെയ്യും. അങ്ങനെയുള്ളവരെ ഇവർ ഡിസ്കസ് ചെയ്തിട്ട് ഇതിനാണ് നമ്മൾ ബോർഡർ ലൈൻ കേസ് എന്ന് പറയുക. അപ്പോൾ ഈ ബോർഡർ ലൈൻ കേസിൻ്റെ കേസിൽ മാത്രമേ ഡിസ്കഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർ 3 പേരും ഡിസ്കസ് ചെയ്തിട്ട് ഇവർ സമ്മതിക്കും. ഇവർ തമ്മിൽ സമ്മതിച്ച് കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റ് പാസ്സാവും. അപ്പോൾ ഇതിൽ സൈക്കോളജിസ്റ്റിൻ്റെ വലിയൊരു റോളുണ്ട്. കാരണം സൈക്കോളജിസ്റ്റിൻ്റെ അസസ്മെൻറ്റ് ഭയങ്കര ക്ലിയർ ആയിരിക്കും. ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ആദ്യം എടുത്ത് നോക്കുക നമ്മുടെ ഫയലാണ്. അപ്പം DIPRൽ നമ്മുടെ DRDOൻ്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഡൽഹിയിലുള്ള ആ ഒരു ഓർഗനൈസേഷനിൽ ഇതുവരെ ഇന്ത്യൻ ആർമിയിൽ വന്ന എല്ലാ ഓഫീസേഴ്സിൻ്റെയും ഫയലുണ്ട്. അത് കൊല്ലങ്ങളോളം അവിടെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും റിസർച്ചുകളൊക്കെ ഇതിലാണ് പോയി നടത്തുക. കാരണം ഇത് ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ചെയ്യാൻ അത്രയും ഡീപ്പ് അസസ്മെൻറ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു അപ്പോയിൻമെൻറ്റാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഓഫീസർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദേ വിൽ ഗോ ബാക്ക് ടു ദ ഫയൽ ആൻഡ് സീ വാട്ട് ഈസ് റിട്ടൺ ദർ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ 3 ഓഫീസേഴ്സ് ഒന്നിച്ചാണ് നമ്മുടെ അസസ്മെൻറ്റ് നടത്തുക. ഇത് 3 പേരുടെയും കൺകറൻസ് വേണം. ഈ ഫയൽസ് അവരുടെ ആർക്കൈവ്സിൽ എക്കാലവും സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ ദേ വിൽ കം ബാക്ക് ടു ദിസ് ഫയൽ ആൻഡ് സീ വാട്ട് ഹാസ് ഗോൺ റോങ് ആൻഡ് മോസ്റ്റ്ലി ദേ വിൽ ഫൈൻഡ് ദാറ്റ് ദർ ഇസ് ഓൾറെഡി എൻഡോഴ്സ്മെൻറ്റ് ബൈ സംബഡി. എന്തെങ്കിലും ഒരു ഡൗട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് കണ്ടുവരുന്നത്. അത്രയും ആക്യുറേറ്റാണ്, ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചാൽ അത്രയും ആക്യുറേറ്റാണ് സംഭവം. അപ്പോൾ ഇതിൽ സൈക്കോളജിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജിസ്റ്റ് കൺകർ ചെയ്തില്ലെങ്കിൽ അവൻ പാസ്സാവില്ല. ഗ്രൂപ്പ് ടെസ്റ്റിങ്ങിൽ ചിലപ്പം ഗ്രൗണ്ടിൽ തെറ്റായതാവാം, പക്ഷേ സൈക്കോളജിസ്റ്റ് പറഞ്ഞ് ഈ കാൻഡിഡേറ്റിനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറ്റില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സൈക്കോളജിക്കൽ മേക്കപ്പ്. കാരണം ആ രീതിയിലാണ് നമ്മളവിടെ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. സോ ദിസ് ഇസ് ഫോർ ദാറ്റ് ഓൺലി. ഇതാണ് ഒരു SSB ഇൻ്റർവ്യൂവിൻ്റെ ഒരു രത്ന ചുരുക്കം. ഇത് കഴിഞ്ഞാലാണ് നമ്മുടെ ട്രെയിനിങ് തുടങ്ങുക. ബേസിക്കലി SSB ഇൻ്റർവ്യൂ നോക്കുന്നത്, ഒന്ന്, നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടോ. ഈ 15 ക്വാളിറ്റികൾ 4 കാറ്റഗറി ഞാൻ പറഞ്ഞു, 15 ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടോ അത് അസസ് ചെയ്യുന്നു. ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രെയിനബിൾ ആവുള്ളൂ. ഇത് കുറവുള്ളവർ ട്രെയിനിങ് സെൻറ്ററിൽ പോയാലും അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനി അഥവാ കംപ്ലീറ്റ് ആക്കി യൂണിറ്റിൽ എത്തിക്കഴിഞ്ഞാലും അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
സർവൈവ് ചെയ്താലും അവർക്ക് കൃത്യമായി എഫക്റ്റീവ് ആർമി ഓഫീസർ ആവാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവർ ഫിൽട്ടർ ചെയ്യും. അത്രയും ആക്യുറേറ്റ് ആണ്, വളരെ ആക്യുറേറ്റുള്ള പ്രൊസീജിയറാണിത്. അത് ലോകത്തിൽ തന്നെയുള്ള എനിക്ക് തോന്നുന്നത് NDA എക്സാം ലോകത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കുള്ള ഇന്ത്യയിലുള്ള ഏറ്റവും ടഫസ്റ്റ് എക്സാമാണ് NDA എക്സാം. അതുപോലെ SSB ഇൻ്റർവ്യൂ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സിലൊന്നാണ്. ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം.